ഓം നമോ നാരായണായ. ശ്രീമന്നാരായണീയം ദശകം 9 ബ്രഹ്മാവിൻ്റെ ജഗത് സൃഷ്ടി. കഴിഞ്ഞ ദശകത്തിൽ ഭഗവാന്റെ നാഭിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞതായിട്ടുള്ള ആ താമരപ്പൂവിലേക്ക് ബ്രഹ്മാവ് തൻ്റെ വേദങ്ങളുമായിട്ട് വന്ന് ഉപവിഷ്ടനായി എന്ന് നമ്മൾ പറഞ്ഞു. തുടർന്ന് ആ ബ്രഹ്മാവ് എന്തൊക്കെയാണ് ഇനി ചെയ്യുന്നത് എന്ന് പറയുകയാണ് ഇനി ഈ തുടർന്ന് വരുന്ന ദശകത്തിൽ. ഒന്നാമത്തെ ശ്ലോകം: സ്ഥിതസ്സ കമലോദ്ഭവസ്തവ ഹി നാഭിപങ്കേരുഹേ കുതസ്വിദിതമംബുദാവുദിതമിത്യനാലോകയൻ തദീക്ഷണ കുതൂഹലാൽ പ്രതിദിശം വിവൃത്താനന ചതുർവദന താമഗാത് വികസദഷ്ടദൃഷ്ട്യംബുജാം. സ്ഥിതസ്സ കമലോദ്ഭവ, സ്ഥിതഃ സഹ കമലോദ്ഭവഃ തവ ഹി നാഭിപങ്കേരുഹേ കുതസ്വിത് ഇദം അംബുദൗ ഉദിതം ഇതി അനാലോകയൻ തദീക്ഷണ കുതൂഹലാൽ പ്രതിദിശം വിവൃത്താനനഃ ചതുർവദനതാം അഗാത് വികസദ അഷ്ടദൃഷ്ട്യംബുജാം. സ്ഥിതസ്സ കമലോദ്ഭവ തവ ഹി നാഭിപങ്കേരുഹേ. അങ്ങനെ ഭഗവാന്റെ നാഭിയിൽ നിന്ന് ഉത്ഭവിച്ചതായിട്ടുള്ള താമരപ്പൂവിൻ്റെ അകത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ബ്രഹ്മാവ് ചിന്തിക്കുകയാണ്: കുതസ്വിത് ഇതം അംബുദൗ ഉദിതം. ഈ പ്രളയജലത്തിൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന അഗാധമായിട്ടുള്ള ഈ ജലത്തിൽ, ഈ ജലസ്രോതസ്സിൽ നിന്ന് എവിടെ നിന്നാണ് ഈ പുഷ്പം ഉണ്ടായിരിക്കുന്നത്? അതറിയാതെ ഇത് അനാലോകയൻ, അതിനെക്കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ട്, തദീക്ഷണ കുതൂഹലാൽ, അതിനെ അറിയുവാനുള്ള ആ ആഗ്രഹത്തോടെ, ആ കൗതുകത്തോടുകൂടി, അതിൻ്റെ ഉത്ഭവസ്ഥാനം കണ്ടുപിടിക്കുവാനുള്ള ആ കൗതുകത്തോടെ കൂടി, പ്രതിദിശം വിവൃത്താനനഃ, ചുറ്റുപാടും അങ്ങനെ മുഖം തിരിച്ച വൃത്താകാരത്തിൽ നോക്കി എന്ന് പറയുകയാണ്. കാരണം കാണുന്നില്ല, എവിടെയും ചുറ്റിനും ആരെയും കാണുന്നില്ല, താൻ ഏകനായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നോക്കുകയാണ്. അങ്ങനെ മുഖം തിരിച്ച് ചുറ്റിനും അങ്ങനെ നോക്കി. അതേ സമയം തന്നെ വികസത അഷ്ടദൃഷ്ട്യംബുജാം, ആ ബ്രഹ്മാവിന് 8 കണ്ണുകൾ വികസിച്ചു വന്നു, വിടർന്നു വന്നു. അപ്പോഴത്തേക്ക് ആ മുഖത്ത് 8 കണ്ണുകൾ വരണമെന്നുണ്ടെങ്കിൽ എന്തുകൂടി വേണം? ചതുർവദനതാം അഗാത്, 4 മുഖങ്ങളും. ബ്രഹ്മാവിന് 4 മുഖങ്ങളോട് കൂടിയ 8 കണ്ണുകൾ ആ 4 മുഖങ്ങളിലുമായിട്ട് 8 കണ്ണുകൾ വിടർന്നു വന്നു എന്ന് പറയണം. അങ്ങനെയാണ് ബ്രഹ്മാവിന് ചതുർമുഖൻ, അതായത് 4 മുഖം ഉള്ളവൻ എന്നുള്ള ആ പേര് വന്നത്. ആ കൽപ്പത്തിലാണ് വന്നത്, ഈ ഒരു കൽപ്പത്തിലാണ് വന്നത്. ഈ ഒരു കൽപ്പത്തിന് പാത്മകൽപ്പം എന്നും ഈ ബ്രഹ്മാവിന് പത്മജന്മാവ് എന്നുമാണ് പേരുണ്ടാകുന്നത്. അതാണ് നമ്മൾ തുടർന്ന് അങ്ങോട്ട് ഉള്ള ശ്ലോകങ്ങളിൽ പഠിക്കാൻ പോകുന്നത്. സ്ഥിതസ്സ കമലോദ്ഭവസ്തവ ഹി നാഭിപങ്കേരുഹേ കുതസ്വിദിതമംബുദാവുദിതമിത്യനാലോകയൻ തദീക്ഷണ കുതൂഹലാൽ പ്രതിദിശം വിവൃത്താനന ചതുർവദനതാം അഗാത് വികസദഷ്ടദൃഷ്ട്യംബുജാം. ശ്ലോകം 2. മഹാർണവവിഘൂർണിതം കമലമേവ തത്കേവലം വിലോക്യ തദുപാശ്രയം തവ തനും തു നാലോകയൻ കയേശ കമലോദരേ മഹതി നിസ്സഹായോ ഹ്യഹം കുതസ്വിദിതമംബുജം സമജനീതി ചിന്താമഗാത്. മഹാർണവവിഘൂർണിതം കമലം ഏവ തത് കേവലം വിലോക്യ തത് ഉപാശ്രയം തവ തനും തു നാലോകയൻ കഹ ഏഷക കമലോദരേ മഹതി നിസ്സഹായഃ ഹി അഹം കുതസ്വിത് ഇദം അംബുജം സമജനി ഇതി ചിന്താം അഗാത്. മഹാർണവവിഘൂർണിതം, മഹാർണവം, അത്യന്തം വിസ്തൃതമായിട്ടുള്ള ഈ സമുദ്രം, ഈ കാരണജലം, ഇതിൽ വിഘൂർണിതമായിക്കൊണ്ടിരിക്കുന്നു, അതായത് വല്ലാതെ ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുന്ന തത് കമലം, ആ താമരപ്പൂവ്,
കേവലം വിലോക്യ, ആ താമരപ്പൂവിനെ നോക്കിയിട്ട് ഇത് തനിയെ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ട്, അത് തനിച്ച് ഉള്ളൂ ആ ഈ സമുദ്രത്തിൽ, മറ്റൊന്നും ഒന്നും കാണാനില്ല, അങ്ങനെ അത് തനിച്ച് നിൽക്കുന്നത് കണ്ടിട്ട് തതുപാശ്രയം, അതിൻ്റെ ഒരു ആശ്രയം അത് എന്താണ് എന്ന് അറിയാഞ്ഞിട്ട്, അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് തവ തനും തുനാലോകയൻ, എന്നാൽ ഭഗവാന്റെ നാഭിയിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത് ഇത് എന്ന് മനസ്സിലാകാതെ, അതിനെക്കുറിച്ച് അറിയാതെ, മഹതി കമലോദരെ, ഇത്രയും വിസ്തൃതമായിട്ടുള്ള ഈ ഒരു വലിയ താമരപ്പൂവ്, അതാണ് മഹതി കമലോദരെ, ഈ താമരപ്പൂവിനുള്ളിൽ നിസ്സഹായഃ ഹി ഏഷഃ, ഒരു പരസഹായവുമില്ലാതെ, കാരണം ആരുടെയും ഒരു സഹായമില്ലാതെ ഇങ്ങനെ ഇരിക്കുന്ന ഞാൻ, അതാണ് അഹം കഹ, ഈ ഞാൻ ആരാണ്, ഇതം അംബുജം, ഈ ഒരു താമരപ്പൂവ്, കുതസിത് സമജനി, ഇത് എവിടെ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്, ഇതി ചിന്താം അഗാധ, ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇരുന്നു. പറയുന്നു, ഇത്രയും ചുറ്റപ്പെട്ടിരിക്കുന്ന അഗാധമായിട്ടുള്ള ഈ ഒരു സമുദ്രത്തിൽ, മഹാസമുദ്രത്തിൽ വിസ്താരമുള്ള വളരെ വലിയ ഒരു താമരപ്പൂവും അതിനുള്ളിലിരിക്കുന്ന താനും ഇത് ആരാണ്, ഇതെങ്ങനെയാണ് ഇവിടെ ഉണ്ടായത് എന്ന് ആലോചിച്ചുകൊണ്ട് അങ്ങനെ ഇരുന്നു. മഹാർണവവിഘൂർണിതം കമലമേവ തത്കേവലം വിലോക്യ തതുപാശ്രയം തവ തനും തുനാലോകയൻ തയേഷ കമലോദരേ മഹതി നിസ്സഹായോ ഹ്യഹം കുതസ്വിദിതമംബുജം സമജനീതി ചിന്താമഗാത്. ശ്ലോകം 3. അമുഷ്യ ഹി സരോരുഹ കിമപി കാരണം സംഭവേത് ഇതി സ്മ കൃതനിശ്ചയ സഖലു നാളരന്ദ്രാദ്വനാ സ്വയോഗബലവിദ്യയാ സമവരൂഢവാൻ പ്രൗഢതി തുദീയമതിമോഹനം നതു കളേബരം ദൃഷ്ടവാൻ. അമുഷ്യ ഹി സരോരുഹ കിം അപി കാരണം സംഭവേത് ഇതി സ്മ കൃതനിശ്ചയഃ സഹ ഖലു നാളരന്ധ്രാദ്വന സ്വയോഗബലവിദ്യയാ സമവരൂഢവാൻ പ്രൗഢതി ത്വദീയം അതിമോഹനം നതു കളേബരം ദൃഷ്ടവാൻ. അമുഷ്യ ഹി സരോരുഹ കിം അപി കാരണം സംഭവേത്, ഈ താമരപ്പൂവിന് തീർച്ചയായിട്ടും ഒരു അടിസ്ഥാനം ഉണ്ടായിരിക്കും, അതിനൊരു ഉത്ഭവസ്ഥാനം, അത് കണ്ടുപിടിക്കണം, ഇതെവിടെയാണ് എന്ന് ആലോചിച്ചുകൊണ്ട് ഇതി സ്മ കൃതനിശ്ചയഃ സഹ ഖലു, ആ ബ്രഹ്മാവ്, സഹ ഖലു ആ ബ്രഹ്മാവ് ഇങ്ങനെ നിശ്ചയിച്ചുറപ്പിച്ചുകൊണ്ട് സ്വയോഗബലവിദ്യയ, സ്വന്തം യോഗബലത്താൽ, അതായത് തൻ്റെ തപോബലം കൊണ്ടും അതിൽ നിന്ന് ലഭിച്ചതായിട്ടുള്ള ആ ആത്മജ്ഞാനം കൊണ്ടും നാളരന്ധ്രാദ്വന സമവരൂഢവാൻ പ്രൗഢതീഹി, അങ്ങനെ ചിന്തിച്ച ആത്മജ്ഞാനത്തിൽ നിന്ന് അത്രയും പ്രൗഢമായി ചിന്തിച്ചുകൊണ്ട്, അതായത് ബുദ്ധിപൂർവം അങ്ങനെ വിവേകപൂർവം ചിന്തിച്ചുകൊണ്ട് ആ താമരത്തണ്ടിൻ്റെ നാളത്തിലൂടെ അങ്ങനെ താഴേക്ക് ഇറങ്ങി അന്വേഷിച്ചു. എന്നാൽ തുദീയം അതിമോഹനം, അല്ലയോ ഭഗവാനെ, അവിടുത്തെ അതിമനോഹരമായിട്ടുള്ള ആ ദിവ്യമോഹന രൂപം നതു കളേബരം ദൃഷ്ടവാൻ, അത് കാണുവാൻ മാത്രം ആ ബ്രഹ്മാവിന് കഴിഞ്ഞില്ല. ഭഗവാന്റെ പൊക്കിൾക്കൊടിയിൽ നിന്നാണ് ഈ താമരപ്പൂ ഉണ്ടായിരിക്കുന്നത് എന്ന് അറിയുവാൻ ആ ബ്രഹ്മാവിന് അതേസമയം കഴിഞ്ഞില്ല എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. അമുഷ്യ ഹി സരോരുഹ കിമപി കാരണം സംഭവേത് ഇതി സ്മ കൃതനിശ്ചയ സഖലു നാളരന്ധ്രാദ്വന സ്വയോഗബലവിദ്യയാ സമവരൂഢവാൻ പ്രൗഢതി തുദീയമതിമോഹനം നതു കളേബരം ദൃഷ്ടവാൻ. ശ്ലോകം 4. തതസകലനാളികാ വിവരമാർഗഗോ മാർഗയൻ പ്രയസ്യ ശതവത്സരം കിമപി നൈവ സംദൃഷ്ടവാൻ നിവൃത്യ കമലോദരേ സുഖനിഷണ്ണ ഏകാഗ്രതി സമാധിബലമാധതേ ഭവദനുഗ്രഹൈകാഗ്രഹീ. തത സകലനാളികാ വിവര മാർഗഗഃ മാർഗയൻ
പ്രയസ്യ ശതവത്സരം കിം അപി ന ഏവ സംദൃഷ്ടവാൻ നിവൃത്യ കമലോദരേ സുഖനിഷണ്ണ ഏകാഗ്രതേഹി സമാധിബലം ആധതേ ഭവത അനുഗ്രഹ ഏകാഗ്രഹി തത സകല നാളികാ വിവരമാർഗഗഃ മാർഗയൻ. തതഃ അനന്തരം ബ്രഹ്മാവ് അതിൻ്റെ ആ സകല സുഷിരങ്ങളിലൂടെയും കടന്ന് സൂക്ഷ്മരൂപിയായിട്ട് മാറി മാറി സഞ്ചരിച്ചു. അങ്ങനെ ആ താമരത്തണ്ടിലൂടെ താഴേക്കിറങ്ങിയ ബ്രഹ്മാവ് ഒന്നും തന്നെ കാണാൻ കഴിയാഞ്ഞ് നോക്കിയപ്പോൾ അവിടെ കണ്ട സുഷിരങ്ങളിലൂടെയെല്ലാം സൂക്ഷ്മരൂപിയായിട്ട് അങ്ങനെ കടന്ന് അന്വേഷിച്ചു. എന്നിട്ടും അത് എത്ര കാലമാണ്? ശതവത്സരം പ്രയസ്യ, 100 സംവത്സരക്കാലം അങ്ങനെ പ്രയത്നിച്ചു. എന്നിട്ടും കിം അപി, എന്തു പ്രയോജനം? ന ഏവ സംദൃഷ്ടവാൻ, ഒന്നും തന്നെ കാണുവാൻ കഴിഞ്ഞില്ല. അതിൻ്റെ ഉത്ഭവസ്ഥാനം കണ്ടെത്തുവാൻ ബ്രഹ്മാവിന് സാധിച്ചില്ല. അങ്ങനെ നിവൃത്തിയ, മതിയാക്കി, ആ അന്വേഷണമെല്ലാം മതിയാക്കിയിട്ട് കമലോദരെ, ആ താമരപ്പൂവിൻ്റെ ഉള്ളിലേക്ക് തന്നെ തിരികെ വന്ന് സുഖനിഷണ്ണ ഏകാഗ്രഹി, ആ മനസ്സിനെ ഏകാഗ്രമാക്കിക്കൊണ്ട് സുഖമായിട്ടൊരു ആസനം സ്വീകരിച്ചിട്ട് അങ്ങനെ ഭഗവാന്റെ അനുഗ്രഹത്തിനായിട്ട് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഏകാഗ്രതയോടെ അങ്ങനെ സമാധി അവസ്ഥയിൽ ഇരുന്നു എന്ന് പറയുകയാണ്. സുഖനിഷണ്ണ ഏകാഗ്രതീഹി, മനസ്സിനെ ഏകാഗ്രമാക്കിക്കൊണ്ട് ഭവത് അനുഗ്രഹ ഏകാഗ്രഹീഹി, ഭഗവാന്റെ അനുഗ്രഹം ഒന്നു മാത്രം ആഗ്രഹിച്ചുകൊണ്ട് സമാധിബലം ആധതേ, ഉറച്ച മനസ്സോടെ സമാധിസ്ഥനായി. തതസ്സകല നാളികാ വിവരമാർഗ ഗോമാർഗയൻ പ്രയസ്യ ശതവത്സരം കിമപി നൈവ സംദൃഷ്ടവാൻ നിവൃത്യ കമലോദരേ സുഖനിഷണ്ണ ഏകാഗ്രതി സമാധിബലമാധതേ ഭവദനുഗ്രഹൈകാഗ്രഹി. ശ്ലോകം 5. ശതേന പരിവത്സരൈ ദൃഢസമാധിബന്ധോല്ലസത് പ്രബോധവിശദീകൃതഃ ഖലു പത്മിനീ സംഭവ അദൃഷ്ടചരമദ്ഭുതം തവ ഹി രൂപമന്തർദൃശ വ്യജഷ്ടപരിതുഷ്ടതീർ ഭുജഗഭോഗഭാഗാശ്രയം. ശതേന പരിവത്സരൈഹി ദൃഢസമാധിബന്ധോല്ലസത് പ്രബോധവിശദീകൃതഃ സഹ ഖലു പത്മിനീ സംഭവഃ അദൃഷ്ടചരം അദ്ഭുതം തവ ഹി രൂപം അന്തർദൃശ വ്യജഷ്ട പരിതുഷ്ടതീഹി ഭുജഗ ഭോഗഭാഗാശ്രയം. സഹ ഖലു, അങ്ങനെ ആ ബ്രഹ്മാവ് ശതേന പരിവത്സരൈഹി 100 ദിവ്യ സംവത്സരക്കാലം ദൃഢസമാധി ബന്ധോല്ലസത്, ദൃഢമായ ആ സമാധി ബന്ധത്താൽ അങ്ങനെ ഉറച്ച് ഇരുന്നു. അങ്ങനെ ആ ബന്ധത്തിൽ നിന്ന്, ആ സമാധി ബന്ധത്തിൽ നിന്ന് ഭഗവാനും താനുമായിട്ടുള്ള ആ ഒരു ബന്ധം അങ്ങനെ ദൃഢമാകിയാൽ പ്രബോധ വിശദീകൃത, അങ്ങനെ പ്രബോധിപ്പിക്കപ്പെട്ടതായിട്ടുള്ള, ആ പ്രകാശിപ്പിക്കപ്പെട്ടതായിട്ടുള്ള ആ ആത്മജ്ഞാനം, ആ ആത്മജ്ഞാനത്തോടു കൂടിയവനായി തീർന്നിട്ട് ആ ഭഗവാൻ അനുഗ്രഹിച്ചു നൽകിയ ആ ദിവ്യ ദൃഷ്ടി കൊണ്ട്, അതാണ് പറയുന്ന അദൃഷ്ടചരം, ഇത്ര നാളും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ആ ഒരു രൂപത്തെ, ആ ഭഗവാന്റെ രൂപത്തെ ദർശിക്കുകയാണ് ഇവിടെ ബ്രഹ്മാവ്. ഇതാണ് പറയുന്നത് ഭുജഗ ഭോഗഭാഗാശ്രയം. അങ്ങനെ ആദിശേഷനാഗത്തിൻ്റെ ശരീരമാകുന്ന ആ ഒരു തൽപ്പത്തിൽ, ആ ഒരു അങ്ങനെ ആ ശയ്യയിൽ അങ്ങനെ ശയിക്കുന്നതായിട്ടുള്ള ആ രൂപത്തെയാണ് ബ്രഹ്മാവ് ഇവിടെ കാണുന്നത്. അദ്ഭുതം, അല്ലയോ ഭഗവാനെ, തവഹി രൂപം, അങ്ങയുടെ ആ രൂപം ആദ്യമായിട്ട് കാണുകയാണ്. അത് കണ്ടിട്ട് അതിൽ അത്ഭുതപ്പെട്ടുകൊണ്ട് ഇങ്ങനെയൊരു രൂപം തൻ്റെ അന്തർദൃശ വ്യജഷ്ട പരിതുഷ്ടദേഹി, ആ ദിവ്യദൃഷ്ടിയാൽ തൻ്റെ അന്തർ മനസ്സിലാണ്, ഉള്ളിലാണ് കണ്ടത്. ആ മനസ്സിലാണ് ആ രൂപം അങ്ങനെ തെളിഞ്ഞു വന്നത്. ഇതാണ് ആ തപസ്സിൻ്റെ ആ അവസാനം.
ലഭിക്കുക. എന്താണ്? ആ എന്താണോ ഒന്ന് ഏകാഗ്രമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അതിനെ നമ്മുടെ മനസ്സിൽ അങ്ങനെ പ്രതിഷ്ഠിക്കുവാൻ നമുക്ക് കഴിയും. ആ ഒരു പ്രതിഷ്ഠയിൽ നിന്നാണ് നമുക്ക് ഉടലെടുക്കുന്ന ആ ധൈര്യം, ആ മനസ്സിൻ്റെ സ്ഥൈര്യം വീണ്ടെടുക്കുന്നത്. അതിൽ നിന്നാണ് നമുക്ക് എന്തും ചെയ്യുവാനുള്ള ആ ഒരു മനസ്സിൻ്റെ ആ ഒരു ധൈര്യത്തെ കൈവരിക്കുന്നത്. അതാണ് പറയുന്നത്. തപസ് ചെയ്യൂ എന്ന് പറയുമ്പോൾ തപസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഏകാഗ്രമാക്കിക്കൊണ്ട് എന്തൊന്നിനെ കുറിച്ചാണോ ചിന്തിക്കുന്നത്, എന്തൊന്നാണോ ആഗ്രഹിക്കുന്നത്, അതിനെ മാത്രം ചിന്തിച്ചുകൊണ്ട് ആ മനസ്സിനെ ഏകാഗ്രമാക്കി അങ്ങനെ ഭഗവാനിൽ നമുക്ക് ആശ്രയിക്കുവാനൊന്നുണ്ട്. ആ ആശ്രയത്തിനോട് അപേക്ഷിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുന്ന ആ ഒരു അവസ്ഥയാണ് തപസ് എന്ന് പറയുന്നത്. ശതേന പരിവത്സരൈ ദൃഢസമാധിബന്ധോല്ലസത് പ്രബോധ വിശദീകൃത സഖലു പത്മിനീ സംഭവ അദൃഷ്ടചരമദ്ഭുതം തവ ഹി രൂപമന്തർദൃശ വ്യചഷ്ട പരിതുഷ്ടധീർ ഭുജഗഭോഗഭാഗാശ്രയം. ശ്ലോകം 6. കിരീടമകുടോല്ലസത്കടകഹാരകേയൂരയും മണിസ്ഫുരിതമേഖലം സുപരിവീതപീതാംബരം കളായ കുസുമപ്രഭം ഗളതലോല്ലസത്കൗസ്തുഭം വപുസ്തദൈഭാവയേ കമലജന്മനേ ദർശിതം. കിരീടമകുട ഉല്ലസത് കടകഹാരകേയൂരയുങ് മണിസ്ഫുരിതമേഖലം സുപരിവീതപീതാംബരം കളായ കുസുമപ്രഭം ഗളതലോല്ലസത് കൗസ്തുഭം വപുഹു തത് ഐഭാവയേ വപുസ്തദൈഭാവയേ കമലജന്മനേ ദർശിതം. അങ്ങനെ ആ കമലജൻ, അതായത് ആ ബ്രഹ്മാവ് തൻ്റെ ഉള്ളിൽ തെളിഞ്ഞു വന്ന ഭഗവാന്റെ ആ രൂപത്തെ വർണ്ണിക്കുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. കിരീടമകുട ഉല്ലസത്, കിരീടവും മകുടവും, അതായത് കിരീടം, മകുടം എന്ന് പറയുന്നത് മൂർധാവിൻ്റെ മുമ്പിലും പിൻപിലുമായിട്ട് അങ്ങനെ മൂടപ്പെട്ട തരത്തിലുള്ള ആ ഒരു അലങ്കാരത്തെയാണ് പറയുന്നത് കിരീടമകുടം എന്ന് പറയുന്നത്. അങ്ങനെ ആ കിരീടമകുടങ്ങളാൽ അലങ്കരിക്കപ്പെട്ട് പിന്നെ കടകഹാര കേയൂരയുങ്, അതായത് വളകൾ, മുത്തുമാലകൾ, അങ്ങനെ തോൾവളകൾ ഇവയെല്ലാം അണിഞ്ഞുകൊണ്ട് മണിസ്ഫുരിത മേഖലം, ആ ദിവ്യരത്നങ്ങളെ കൊണ്ട് പ്രകാശിക്കുന്ന കാഞ്ചി, അതാണ് അരിഞ്ഞാണം, അതാണ് മേഖല. മേഖല എന്ന് പറയുന്ന അങ്ങനെയുള്ള ആ അരിഞ്ഞാണം സുപരിവീത പീതാംബരം, മനോഹരമായി ഞൊറിഞ്ഞൊടിത്തിരിക്കുന്ന ആ മഞ്ഞ ഉടയാടയുടെ മുകളിലായിട്ട് അങ്ങനെ ചുറ്റിയിരിക്കുന്നു. അങ്ങനെ അത്രയും മനോഹാരിതയോടെയുള്ള കളായ കുസുമപ്രഭം ഗളതല ഉല്ലസത് കൗസ്തുഭം, കായാമ്പൂവിൻ്റെ കാന്തിയെ വെല്ലുന്ന തരത്തിലുള്ള നിറമാണ് ഭഗവാന്റേത്. അങ്ങനെ ആ ഒരു നിറത്തിൽ അഴകാർന്ന ആ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന കൗസ്തുഭരത്നത്തിൻ്റെ ശോഭയോടും കൂടിയിട്ടുള്ള തത് വപുഹു, അല്ലയോ ഭഗവാനെ, അവിടുത്തെ ആ ശരീരം ഐ കമലജന്മനേ ദർശിതം, അങ്ങനെ ഭഗവാൻ അത് കമലജന്മാവിന് കാട്ടിക്കൊടുത്തു. അങ്ങനെ ആ ഒരു ബ്രഹ്മാവിന് കാട്ടിക്കൊടുത്തതായിട്ടുള്ള ഭഗവാന്റെ ആ രൂപത്തെ, അല്ലയോ ഭഗവാനെ, ഭാവയെ ഞാനും ധ്യാനിക്കുന്നു എന്ന് മെൽപ്പത്തൂർ പറയുകയാണ്. ഭാവയെ കിരീടമകുടോല്ലസത്കടകഹാരകേയൂരയൻ മണിസ്ഫുരിതമേഖലം സുപരിവീതപീതാംബരം കളായ കുസുമപ്രഭം ഗളതലോല്ലസത് കൗസ്തുഭം വപുസ്തദൈഭാവയേ കമലജന്മനേ ദർശിതം. ശ്ലോകം 7. ശ്രുതിപ്രകരദർശിത പ്രചുരവൈഭവ ശ്രീപദേ ഹരേ ജയ ജയ പ്രഭോ പദമുപൈഷി ദൃഷ്ട്യാദൃശോ കുരുഷ്വധിയമാശു മേ ഭുവന നിർമ്മിതൗ കർമ്മഠ ഇതി ദ്രുഹിണവർണിത സ്വഗുണബംഹിമാ പാഹി മാം. ശ്രുതിപ്രകരദർശിത പ്രചുരവൈഭവ ശ്രീപദേ ഹരേ ജയ ജയ പ്രഭോ പദം ഉപൈഷി ദൃഷ്ട്യാ ദൃശോ കുരുഷ്വ ധിയം ആശു മേ ഭുവന നിർമ്മിതൗ കർമ്മഠ ഇതി ദ്രുഹിണവർണിത സ്വഗുണബംഹിമാ പാഹി മാം. ശ്രുതി പ്രകരദർശിത പ്രചുരവൈഭവ ശ്രീപദേ,
ഹരേ ജയ ജയ പ്രഭോ. ശ്രുതികൾ, വേദങ്ങൾ, ഉപനിഷത്ത് വാക്യങ്ങളാൽ അങ്ങനെ പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള അനന്തമായ മഹാത്മ്യത്തിൻ്റെ, ആ മഹാത്മ്യത്തിൻ്റെ ഉറവിടമായിട്ടുള്ള അലിയോ ശ്രീപദേ ലക്ഷ്മീപദേ, അങ്ങ് ജയിച്ചാലും ജയിച്ചാലും ഭഗവാനെ. പദം ഉപൈഷി ദൃഷ്ട്യാദൃശോഹോ, അല്ലയോ പ്രഭോ, അങ്ങ് എനിക്ക് ഇത്രയും അനുഗ്രഹിച്ചു നൽകിയല്ലോ. അങ്ങയുടെ അനുഗ്രഹത്താൽ എനിക്ക് ആ സ്വരൂപത്തെ കാണുവാൻ സാധിച്ചല്ലോ ഭഗവാനെ. കുരുഷ്വ ധിയം ആശുമേ ഭുവന നിർമ്മിതൗ കർമ്മഠ, എൻ്റെ ആ ബുദ്ധിയെ ആ ജഗത് സൃഷ്ടിക്ക് സാമർഥ്യമുള്ളതാക്കി തന്നാലും ഭഗവാനെ, എൻ്റെ ബുദ്ധിയെ ഉണർത്തി അതിനായിട്ടുള്ള ആ ഒരു സാമർഥ്യം എനിക്ക് തരേണമേ. ഇതി ദ്രുഹണവർണിത, ഇപ്രകാരം ബ്രഹ്മാവിനാൽ സ്തുതിക്കപ്പെട്ടിട്ടുള്ള സ്വഗുണബംഹിമാ പാഹിമാം, ആ സർവഗുണങ്ങളും തികഞ്ഞതായിട്ടുള്ള ആ ഭഗവാൻ, ഭഗം എന്ന പദത്തിന് അനുയോജ്യമായിട്ടുള്ള ആ ഭഗവാനെ, ആ ബ്രഹ്മത്തെയാണ് പറയുന്നത്. അല്ലയോ ഭഗവാനെ, ആത്മീയങ്ങളായിട്ടുള്ള ഐശ്വര്യാദി ഗുണങ്ങളുടെ എല്ലാം ബാഹുല്യത്തോടു കൂടിയിരിക്കുന്നതായിട്ടുള്ള അല്ലയോ ഭഗവാനെ, എന്നെ രക്ഷിച്ചാലും. ശ്രുതി പ്രകരദർശിത പ്രചുര വൈഭവാ ശ്രീപദേ, ഹരേ ജയ ജയ പ്രഭോ പദമുപൈഷി ദൃഷ്ട്യാദൃശോ, കുരുഷ്വധിയമാശു മേ ഭുവന നിർമ്മിതൗ കർമ്മഠ, ഇതി ദ്രുഹണവർണിത സ്വഗുണബംഹിമാ പാഹിമാം. ശ്ലോകം 8. ലഭസ്വഭുവനത്രയേ രജനദക്ഷതാമക്ഷതാം, ഗൃഹാണമദനുഗ്രഹം കുരു തപശ്ച ഭൂയോ വിധേ, ഭവത്വഖില സാധനീ മയി ച ഭക്തി അത്യുത്കടേ, ഇതുദീര്യഗിരമാധതാം മുദിതചേതസം വേദസം. ലഭസ്വ ഭുവനത്രയീ രജനദക്ഷതാം അക്ഷതാം, ഗൃഹാണ മദ അനുഗ്രഹം കുരു തപശ്ച ഭൂയോ വിധേ, ഭവതു അഖില സാധനീ മൈജ ഭക്തി അത്യുത്കടേ, ഇതി ഉദീര്യ ഗിരം ആധതാ മുദിതചേതസം വേദസം. വിധേ, അല്ലയോ ബ്രഹ്മാവേ, ലഭസ്വ ഭുവനത്രയീ രചന ദക്ഷതാം അക്ഷതാം, അങ്ങയ്ക്ക് ഒരിക്കലും നാശം വരാത്ത തരത്തിലുള്ള ആ ത്രൈലോക്യ നിർമ്മാണത്തിനുള്ള സാമർഥ്യം കൈവരട്ടെ. മത അനുഗ്രഹം ഗൃഹാണ, എൻ്റെ അനുഗ്രഹത്തെ സ്വീകരിച്ചാലും. കുരു, മേലിലും. തപഹ ച ഭൂയഹ, തപസ് അനുഷ്ഠിച്ചാലും വീണ്ടും തപസ്സിനെ അനുഷ്ഠിക്കണം. ഭവതു അഖില സാധനീ മൈജ ഭക്തി അത്യുത്കടേ, അത് എന്തിനെന്ന് വെച്ചിരുന്നാൽ ആഗ്രഹിച്ചത് എന്തും കൈവരിക്കുന്നതിനായിട്ടുള്ള അതിതീവ്രമായിട്ടുള്ള ഭക്തി നിന്നിൽ ഉണ്ടാകട്ടെ, എന്നോടുള്ള ആ ഒരു ഭക്തി നിന്നിൽ ഉണ്ടാകട്ടെ. അതാണ് നിനക്ക് സർവ്വതിനെയും പ്രാപ്തമാക്കി തരുന്നത്. അതായത് ഭഗവാനെ ആശ്രയിച്ചുകൊണ്ട് തനിക്ക് ആശ്രയിക്കുവാനൊന്നുണ്ട് എന്നുള്ള ആത്മബോധത്തോടുകൂടി അങ്ങനെ തനിക്കറിയേണ്ടതിനെ ആ പരബ്രഹ്മത്തോട് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരം തൻ്റെ ആവശ്യത്തെ ആവർത്തിച്ചുകൊണ്ട് അങ്ങനെ ഏകാഗ്രമായിട്ടിരിക്കുമ്പോൾ നിനക്കത് തീർച്ചയായിട്ടും കൈവന്നിരിക്കും. അതുകൊണ്ട് നീ തപസ് അനുഷ്ഠിക്കുക തന്നെ വേണം ഇനിയും എന്നാണ് പറയുന്നത്. വീണ്ടും ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത് അതങ്ങനെയാണ്. അതിതീവ്രമായിട്ടുള്ള ആ ഒരു ഭക്തി, ഭഗവാനിലുള്ള ആ ഒരു ഭക്തി നിന്നിൽ ഉണ്ടാകട്ടെ. ഇതി ഗിരം ഉദീര്യ, ഇപ്രകാരം അരുളി ചെയ്ത് ഭഗവാൻ അനുഗ്രഹിച്ചു. അതിനുശേഷം വേദസം മുദിത ചേതസം ആദത, ആ ബ്രഹ്മാവിനെ അങ്ങനെ അങ്ങ് സന്തുഷ്ടനാക്കിക്കൊണ്ട് ഭഗവാൻ അനുഗ്രഹിച്ചിട്ട് എന്തും പ്രാപ്തമാക്കുവാനുള്ള ആ എന്നിലുള്ള ഭക്തി ആ തപസ് ആണ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ ആ തപസ് കൊണ്ട് അർത്ഥമാക്കുന്നത് ഏകാഗ്രമായിട്ട് ആ ഭഗവാൻ നിന്റെ മുന്നിലല്ല നിന്റെ ഉള്ളിൽ തന്നെയാണ് എന്ന് ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്തൊന്നിനെ കുറിച്ചാണോ അന്വേഷിക്കുന്നത്, എന്തൊന്നിനെ അറിയുവാനാണോ ആഗ്രഹിക്കുന്നത്, അത് കണ്ടെത്തേണ്ടത് മറ്റെവിടെയും പുറത്തല്ല, അത് നിന്റെ ഉള്ളിൽ തന്നെയാണ് എന്ന് ഇവിടെ സമർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത്
എന്നിലുള്ള ആ ഒരു ഭക്തിയെ ഉറപ്പിച്ചുകൊണ്ട് നീ ഏകാഗ്രമായിട്ട് വീണ്ടും തപസ് ചെയ്യൂ. എങ്കിൽ മാത്രമേ നീ എന്താണോ ആഗ്രഹിക്കുന്നത് അതിനെ നിന്റെ മനസ്സിൽ ഉണർത്തിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുകയാണിത്. അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മൾ ഭഗവാനെ അന്വേഷിച്ച് പുറത്തൊക്കെ നടക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ആ ഭഗവാൻ. ആ ഭഗവാൻ നമ്മുടെ ഉള്ളിൽ നിന്നാണ് നമുക്ക് ഓരോന്നും ഉറപ്പാക്കി തരുന്നത്, ഉണർത്തിച്ചു തരുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ആ ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്നത് വരെ നമ്മൾ ഇങ്ങനെ അലഞ്ഞുകൊണ്ടേയിരിക്കും. ആ ഒരു തിരിച്ചറിവ് ഉണ്ടായി കഴിയുമ്പോഴാണ് നമ്മൾ ഭഗവാനെ അറിയുന്നത്. അപ്പോഴാണ് നമുക്ക് ശരിക്കുള്ള ഭക്തി ഉണ്ടാകുന്നത്. അതുവരെ ഭക്തി എന്ന് പറയുന്നതിന് ഒരർത്ഥവുമില്ല. അമ്പലത്തിൽ പോകുകയോ അല്ലെങ്കിൽ കുറെ വഴിപാടുകൾ ചെയ്യുകയോ ഭസ്മം തൊടുകയോ ഭാഗവതം വായിക്കുകയോ ഒക്കെ ചെയ്യുന്നത് കൊണ്ട് ഒരു ഭക്തനായില്ല. ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ വേദങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്താണോ അതിനെ അതിൻ്റെതായിട്ടുള്ള അർത്ഥത്തിൽ മനസ്സിലാക്കുക എന്നതാണ്. ആ മനസ്സിലാക്കുക എന്ന ആ ഒരു പരിവർത്തനത്തിലേക്ക് മനസ്സിനെ തിരിക്കുമ്പോൾ നമ്മൾ ഭക്തിയിൽ ഉറച്ചു എന്ന് പറയുവാൻ സാധിക്കും. ലഭസ്വഭുവനത്രയീരജനദക്ഷതാമക്ഷതാം ഗൃഹാണമദനുഗ്രഹം കുരു തപശ്ച ഭൂയോ വിധേ ഭവത്വഖില സാധനീമൈജ ഭക്തി അത്യുത്കടേ ഇതുദീര്യഗിരമാദതാമുദിത ചേതസം വേദസം. ശ്ലോകം 9. ശതം കൃതതപാസ്തതഃ ഖലു ദിവ്യ സംവത്സരാൻ അവാപ്യ ച തപോബലം മതിബലം ച പൂർവാധികം ഉദീക്ഷ്യ കില കമ്പിതം പയസി പങ്കജം വായുനാ ഭവദ്ബല വിജൃംഭിത പവനപാദസീ പീതവാൻ. ശതം കൃത തപാഃ തതഃ സഹ ഖലു ദിവ്യ സംവത്സരാൻ അവാപ്യ ച തപോബലം മതിബലം ച പൂർവാധികം ഉദീക്ഷ്യ കില കമ്പിതം പയസി പങ്കജം വായുനാ ഭവദ്ബല വിജൃംഭിത പവനപാദസീ പീതവാൻ. തതഃ അനന്തരം സഹ ഖലു ആ ബ്രഹ്മാവ് ശതം ദിവ്യ സംവത്സരാൻ 100 ദിവ്യ സംവത്സരങ്ങൾ കൂടി കൃതതപാഃ ആ തപസ് അനുഷ്ഠിച്ചു. അങ്ങനെ ആ തപസ്സിൽ നിന്ന് പൂർവാധികം തപോബലം ച മുമ്പുണ്ടായിരുന്നതിലും അധികം തപശക്തിയും മതിബലം ച ആ മതിബലം മനോശക്തി അതായത് ജ്ഞാനശക്തിയും അറിവും അവാപ്യ നേടിയിട്ട് പയസി പങ്കജം വായുന അങ്ങനെ ആ കാരണജലത്തിൽ അതിശക്തമായിട്ടുള്ള ഒരു കാറ്റിനാൽ താൻ ഇരിക്കുന്ന ആ ഒരു താമരപ്പൂവ് ഉദീക്ഷ കിലം കമ്പിതം അതിശക്തമായിട്ട് അതായത് അത്യധികമായിട്ട് അങ്ങനെ ചലിക്കുന്നത് കണ്ട് ഭവദ്ബല വിജൃംഭിത ഭഗവാനിലുള്ള ആ ഒരു വിശ്വാസത്താൽ ആ ലഭിച്ച ആ ബലം കൊണ്ട് വിജൃംഭിതനായിക്കൊണ്ട് അങ്ങനെ വികസിച്ചിട്ട് കാരണം അതിലുള്ള ആത്മശക്തി ലഭിച്ചതുകൊണ്ട് അത് തനിക്ക് എന്തും പ്രാപ്തമാകും എന്നുള്ള ആ ഒരു ബലം മനസ്സിൽ ഉത്ഭവിച്ചു. അങ്ങനെ അതിൽ നിന്ന് അതിനെ നിശബ്ദമാക്കുവാൻ തന്നെ അങ്ങ് തീരുമാനിച്ചു. അതാണ് പറയുന്നത് ഭഗവാനിലുള്ള ആ ബലത്താൽ വിജൃംഭിതനായി പവന പാദസീ പീതവാൻ ആ പവനെയും എന്താണ് ആ കാറ്റിനെയും അധികരിച്ചു വന്ന ആ പ്രളയ ജലത്തെയും സ്വയം പാനം ചെയ്തു കളഞ്ഞു എന്ന് പറയുകയാണ്. അതിനെ അങ്ങ് അകത്താക്കി അതിനെ അങ്ങ് ഇല്ലാതാക്കി അതിനെ അങ്ങ് നിയന്ത്രിച്ചു. അത് തന്നെയാണ് പറയുന്നത്. അതിനെ പാനം ചെയ്തു കളഞ്ഞു. പീതവാൻ കുടിച്ചു വച്ചിച്ചു. ആ അധികരിച്ച ആ വെള്ളത്തെ കുടിച്ചു വച്ചിച്ചു എന്നാണ് പറയുന്നത്. അതാണ് പറയുന്നത് ഭഗവാന്റെ ആ ഭക്തി കൊണ്ടുള്ള ആ ഒരു ഗുണം ആണ് തനിക്ക് എന്തിനും ആശ്രയം ഒന്നുണ്ട് എന്നുള്ള ആ ഒരു വിശ്വാസം അധികരിച്ച ആത്മധൈര്യത്തെ നമുക്ക് പ്രദാനം ചെയ്യുന്നു. ഇത് മനസ്സിലാക്കാനുള്ള ആ ഒരു ബുദ്ധിയാണ് നമുക്കുണ്ടാകുക. ആ സ്ഥൈര്യമാണ് നമുക്ക് ലഭിക്കേണ്ടത്. അതിനെയാണ് നമുക്ക് തപസ് എന്ന് പറയേണ്ടത്. അങ്ങനെയാണ് മനസ്സിനെ ഏകാഗ്രമാക്കി വെച്ചുകൊണ്ട് ആ ഭഗവാന്റെ ഒരു അനുഗ്രഹം നേടിയെടുക്കുക എന്ന് പറയുന്ന ആ ഒരു പ്രവൃത്തിയാണ് നമുക്ക് മുന്നോട്ട് നയിക്കുവാനുള്ള ആ ഒരു ആത്മബലത്തെയും ആ എന്തും നേരിടുവാനുള്ള ആ ഒരു ശക്തിയെയും തരുന്നത്. ശതം കൃതതപാസ്തതഃ ഖലു ദിവ്യ സംവത്സരാൻ അവാപ്യ ച തപോബലം മതിബലം ച പൂർവാധികം ഉദീക്ഷ്യ കില കമ്പിതം പയസി പങ്കജം വായുനാ
ഭവദ്ബല വിജൃംഭിത പവനപാദസേപിതവാൻ. ശ്ലോകം 10. തവൈവ കൃപയാ പുനഃ സരസിജേന തേനൈവ സ പ്രകൽപ്യ ഭുവനത്രയീം പ്രവവൃതേ പ്രജാനിർമ്മിതൗ തഥാവിധ കൃപാഭരോ ഗുരുമരുത്പുരാധീശ്വര ത്വമാശു പരിപാഹി മാം ഗുരുദയോക്ഷിതൈരീക്ഷ്യതൈ. തവ ഏവ കൃപയാ പുനഃ സരസിജേന തേന ഏവ സഹ പ്രകൽപ്യ ഭുവനത്രയീം പ്രവവൃതേ പ്രജാനിർമ്മിതൗ തഥാവിധ കൃപാഭരോ ഗുരുമരുത്പുരാധീശ്വര ത്വം ആശു പരിപാഹി മാം ഗുരുദയോക്ഷിതൈഃ ഈക്ഷിതൈഃ. പുനഃ അതിനുശേഷം സഹ ആ ബ്രഹ്മാവ് തവ കൃപയാ ഭഗവാന്റെ ആ കൃപയാൽ തേന ഏവ സരസിജേന ആ താമരപ്പൂവിനാൽ തന്നെ ആ താമരപ്പൂ കൊണ്ട് തന്നെ പ്രഗൽഭ്യ ഭുവനത്രയും ആ ത്രൈലോക്യത്തെ സൃഷ്ടിച്ചു. അതെങ്ങനെയാണ് എപ്രകാരമാണ് എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലെ. കഴിഞ്ഞ ശ്ലോകത്തിൽ മുമ്പുള്ള 2-3 ശ്ലോകത്തിന് മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു, കഴിഞ്ഞ ദശകത്തിൽ പറഞ്ഞിരുന്നു അല്ലെ, ഭഗവാൻ എങ്ങനെയാണ് ആ താമരപ്പൂവിനെ സൃഷ്ടിച്ചത് എന്ന് നമ്മൾ പറഞ്ഞു. ആ പ്രളയ സമയത്ത് ബ്രഹ്മാവ് സൃഷ്ടിച്ചതായിട്ടുള്ള സകല ചരാചരങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ടാണ് ബ്രഹ്മാവ് ഉറക്കത്തിലേക്ക് പോയത്. ആ ബ്രഹ്മാവ് ഉറങ്ങിയത് ഭഗവാനിൽ ലയിച്ചുകൊണ്ടാണ്. സകല ചരാചരങ്ങളോടും കൂടി ബ്രഹ്മാവും കൂടി ചേർന്നിട്ടാണ് ഭഗവാനിൽ ലയിച്ചത്. അങ്ങനെ ഭഗവാൻ വീണ്ടും അടുത്ത കൽപ്പം ആരംഭിക്കുന്ന സമയത്ത് നോക്കിയപ്പോൾ സകലതും തന്നെ ലയിച്ചിരിക്കുന്നത് കണ്ടിട്ട് അതിന്റെ എല്ലാം സൂക്ഷ്മ രൂപത്തെ ആവാഹിച്ചിട്ട് എടുത്തിട്ടാണ് ആ ഒരു മുകുളമായിട്ട് താമര മുട്ടായിട്ട് വന്നത്. ആ താമരമുട്ടാണ് വിരിഞ്ഞ് താമരപ്പൂ. അതുകൊണ്ടാണ് പറഞ്ഞത് ആ താമരപ്പൂവിനാൽ തന്നെ ആ ത്രൈലോക്യത്തെ സൃഷ്ടിച്ചു. അതിനുശേഷം പ്രവവൃതേ പ്രജാനിർമ്മിതവും പിന്നെ പ്രജകളെ സൃഷ്ടിക്കുക എന്നുള്ള ആ ഒരു ദൗത്യത്തിൽ ഏർപ്പെട്ടു. കാരണം തഥാവിധ കൃപാവരോ ഗുരുമരുപുരാധി ഈശ്വര, അല്ലയോ ഭഗവാനെ, ഇപ്രകാരം കരുണാമയനായിരിക്കുന്ന അങ്ങ്, അല്ലയോ ഗുരുവായൂരപ്പ ഭഗവാനെ, അങ്ങ് ഗുരുദയോക്ഷിതൈഹി ഈക്ഷിതൈഹി, അവിടുത്തെ ആ ദയാപൂർണമായിട്ടുള്ള കാരുണ്യ കടാക്ഷങ്ങൾ കൊണ്ട് ആശു എത്രയും വേഗം മാം പരിവാഹി, എന്നെയും പരിരക്ഷിച്ചാലും എന്ന് പറഞ്ഞുകൊണ്ട് മേൽപ്പത്തൂർ ഈ ദശകം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ 9ാമത്തെ ശ്ലോകം ഇവിടെ സമാപിക്കുകയാണ്. തവൈവ കൃപയാ പുനഃസരസിജേന തേനൈവ സാം പ്രഗൽപ്യ ഭുവനത്രയീം പ്രവവൃതേ പ്രജാനിർമ്മിതൗ തഥാവിധ കൃപാഭരോ ഗുരുമരുത്പുരാധീശ്വര ത്വമാശു പരിപാഹി മാം ഗുരുദയോക്ഷിതൈരീക്ഷ്യതേ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം.